ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫിഗർ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 2 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? 1 2 3. ഇവിടെയും അതുപോലെ തന്നെ 1 2 3. ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് 4 പ്ലസ് 9 ഈക്വൽ ടു 14. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ദ ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എത്ര വരും? 14 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് യൂണിറ്റ് ഡിജിറ്റ് 264 റേസ് ടു 102 264 റേസ് ടു 103. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതൊരു സംഖ്യയുടെയും അവസാനം വരുന്ന അക്കം അതായിരിക്കും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ രണ്ട് സംഖ്യകളുടെ അവസാനം വന്നിരിക്കുന്നത് 4 എന്നൊരു നമ്പറാണ്. 4-നൊരു പ്രത്യേകതയുണ്ട്. എന്താ? 4ൻ്റെ പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാവുന്ന ഒരു ഈവൻ നമ്പർ എന്താ? 2. 4 സ്ക്വയർ എത്രയാ? 16 ആയിരിക്കും അല്ലേ? നോക്കിയാൽ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് കിട്ടിയത്? 6. ഇനി 4 ക്യൂബ് 3 എന്ന് പറയുന്നത് എന്താ? ഒരു ഓഡ് നമ്പർ അല്ലേ? 4ൻ്റെ പവർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ കിട്ടുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 4 ആയിരിക്കും. 4 ക്യൂബ് എത്രയാണ്? 64. നോക്കിക്കേ, യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് കിട്ടിയത്? 4 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, 264 റേസ് ടു 102. 102 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. അവസാനം വന്നിരിക്കുന്നത് 4 ആയതുകൊണ്ട് ഈ കിട്ടുന്ന സംഖ്യയുടെ അവസാന ഡിജിറ്റ് എന്തായാലും 6 ആയിരിക്കും. പ്ലസ് ഇവിടെ നോക്കിയേ, 4 റേസ് ടു ഓഡ് നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവസാന ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇതിപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഈ യൂണിറ്റ് ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കിയേ. 6 + 4 ഈക്വൽ ടു എത്ര വന്നു? 10 എന്ന് വന്നു. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെയും യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് ഈ 0 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് എന്നായിരുന്നു അല്ലേ? ആൻസർ കിട്ടിയില്ലേ? 0. 2 റേസ് ടു x ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 32. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഈ ക്യൂബ് റൂട്ട് ഓഫ് 32 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 32 റേസ് ടു 1/3 എന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 32 എന്ന് പറഞ്ഞാൽ എന്താ? 2 റേസ് ടു 5 അല്ലേ 32? അപ്പോൾ നമുക്ക് 32നെ ഈക്വൽ ടു 2 റേസ് ടു 5 എന്ന് എഴുതാം. അപ്പോൾ 2 റേസ് ടു 5 റേസ് ടു 1/3 എന്ന് എഴുതാം. ഇതെന്തായിരിക്കും? ഈക്വൽ ടു 2 റേസ് ടു 5/3 ആയിരിക്കും. കണ്ടോ? ഇത് 2 റേസ് ടു എക്സ് എന്നല്ലേ? 2 റേസ് ടു എക്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ട് ബേസും സെയിം ആയി. അങ്ങനെയാണെങ്കിൽ പവേഴ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 5/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 5 റേസ് ടു 1/4 ഇൻറ്റു 125 റേസ് ടു 0.25 കേട്ടോ. 0.25 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 5 റേസ് ടു 1/4 ഇൻറ്റു 125 റേസ് ടു 0.25 എന്നല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 5 റേസ് ടു 1/4 ഇൻറ്റു ഈ 125നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ക്യൂബ് എന്ന് എഴുതാമല്ലോ. 5 ക്യൂബ് റേസ് ടു എത്രയാണ്? 0.25 അല്ലേ? 0.25 എന്ന് പറഞ്ഞാൽ എന്താ? 1/4 അല്ലേ? 1/4 എന്ന് എഴുതാം. ഈക്വൽ ടു 5 റേസ് ടു 1/4 ഇൻറ്റു 5 റേസ് ടു 3 ഇൻറ്റു 1/4 എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാമല്ലോ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 5 റേസ് ടു 1/4 പ്ലസ് 3/4 അല്ലേ? ഇത് എങ്ങനെ ആഡ് ചെയ്യാം? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണല്ലേ? അപ്പോൾ 5 റേസ് ടു ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 3 + 1 4. അപ്പോൾ 4/4 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെ. 5 റേസ് ടു 1 എന്ന് വരും ഈക്വൽ ടു 5. അപ്പോൾ ആൻസർ എത്രയാ? 5. റൂട്ട് ഓഫ് 51 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ നേരായ രീതിയിൽ, അതായത് 51ൻ്റെയും 49ൻ്റെയും ഒക്കെ സ്ക്വയർ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വളരെയധികം സമയമെടുക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു a + b ഇൻറ്റു a മൈനസ് ബി ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 51 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ എന്നുള്ളതിൽ നമുക്ക് a ഈസ് ഈക്വൽ ടു 51 എന്നും b ഈസ് ഈക്വൽ ടു 49 എന്നും എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ 51 സ്ക്വയർ മൈനസ് 49 സ്ക്വയർ എങ്ങനെ വരും? a + b എന്താ? 51 + 49 ഇൻറ്റു a മൈനസ് ബി 51 മൈനസ് 49 അല്ലേ? ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു റൂട്ട് ഇടാനുണ്ടല്ലേ? ആ റൂട്ടും കൂടി ഇങ്ങനെ ഇട്ടു. ഇനി ബാക്കി എങ്ങനെ വരും? നോക്കിക്കേ, 51 + 49 എത്രയാ? 100 ഇൻറ്റു 51 മൈനസ് 49 എത്ര വരും? 2 വരും. 100 എന്ന് പറയുന്നത് എന്താ? 10ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 10 സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? 10ന് നമുക്ക് റൂട്ടിന് വെളിയിലെടുക്കാം. അപ്പോൾ എന്ത് വരും? 10
√2 എന്ന് വരും. ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 625 ഡിവൈഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 25 ഡിവൈഡ് ബൈ 5 ഡിവൈഡ് ബൈ 5. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന സംഖ്യ, അതായത് 625 മാത്രം ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ബാക്കിയെല്ലാം താഴെ ഡിനോമിനേറ്റർ ആയിട്ട് എങ്ങനെ എഴുതും? 5 ഇൻറ്റു 25 ഇൻറ്റു 5 ഇൻറ്റു 5 ഇങ്ങനെ വരും. അതായത് ആദ്യത്തെ ഒരു സംഖ്യ ന്യൂമറേറ്റർ ആയിട്ടും ബാക്കി സംഖ്യകളെല്ലാം ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. അപ്പോൾ എന്ത് മാറ്റമാണ് വന്നത്? ഈ ഡിവിഷൻ എന്നുള്ളത് മാറി മൾട്ടിപ്ലിക്കേഷനായി മാറി. ഇനി ബാക്കി നമുക്ക് എങ്ങനെ ചെയ്യാം? 25ൻ്റെ സ്ക്വയർ അല്ലേ 625. അപ്പോൾ ഇവിടെ 25 ബാക്കി വന്നു. പിന്നെ എന്താ ഉള്ളത്? 5 ഇൻറ്റു 5 25. അപ്പോൾ അതും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ 1 ഉള്ളൂ അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? 1/5. ഇതായിരിക്കും ആൻസർ. ഇതേ മോഡൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ. ഇതിനെ നമുക്ക് a² - b² = a + b × a - b എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരും? എയും ബിയും എന്തൊക്കെയാ? a = 37, b = 35. അപ്പോൾ എങ്ങനെ എഴുതാം? 37 a + b അല്ലേ. 37 + 35 ഇൻറ്റു 37 - 35 അല്ലേ. ഇത് ഈക്വൽ ടു എന്താ? 37 + 35 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 72 വരും. ഇൻറ്റു 37 - 35 എന്ത് വരും? 2 വരും. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 72നെ നമുക്ക് 2 × 36 എന്ന് എഴുതാമല്ലോ അല്ലേ. പിന്നെ എന്താ ഇവിടെ ഉള്ളത്? ഒരു 2 അവിടെ കിടപ്പുണ്ടല്ലേ, ഈ 2. ഇനി നോക്കിക്കേ, 36 എന്ന് പറഞ്ഞാൽ എന്താ? 36 എന്ന് പറഞ്ഞാൽ 6² ഇൻറ്റു 2 2 ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് 2² എന്ന് എഴുതാമല്ലോ. ഇനി ഈ റൂട്ടിന് വെളിയിലേക്ക് എടുത്തേ. 6 × 2 = എന്ത് വരും? 12 എന്ന് വരും. ഇതായിരിക്കും ആൻസർ. 4 1/6 + 5 1/6 + 8 1/6. ഇത് മിക്സഡ് ഫ്രാക്ഷൻസ് അഥവാ മിശ്ര ഭിന്നങ്ങളാണ് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം നോക്കിക്കേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹോൾ നമ്പേഴ്സ് ആയിട്ടുള്ള 4 5 8 അതെല്ലാം നമുക്ക് എടുത്ത് സെപ്പറേറ്റ് ആഡ് ചെയ്യാം. 4 + 5 + 8. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 17 കിട്ടും. ഇനി ഈ ഫ്രാക്ഷൻസ് എല്ലാം എടുത്തേ. എത്രയാ? 1/6 + 1/6 + 1/6. നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതേ ഡിനോമിനേറ്റർ നമുക്ക് ഇവിടെ എടുത്ത് എഴുതുക. പിന്നെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 1 + 1 + 1 എത്ര വരും? 3 വരും. 3/6 എന്ന് പറഞ്ഞാൽ എത്രയാ? നോക്കിക്കേ, 1/2. ഈ ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? 17. ഈ ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതോ 1/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 17 1/2. 2a = 3b = 4c. വാട്ട് ഈസ് a ഈസ് b ഈസ് c? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2 3 4 ഇതിന് മൂന്നിൻ്റെയും കൂടെ LCM നോക്കുക. ഏതായിരിക്കും എൻ്റെ LCM എന്ന് പറയുന്നത്? 12 ആയിരിക്കും അല്ലേ. 2ൻ്റെയും 3യുടെയും 4ൻ്റെയും കൂടെ LCM എന്ന് പറയുന്നത് നമുക്ക് 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 12/2 എത്ര വരും? 12/2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. 12/3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. 12/4 ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. നോക്കിക്കേ, ഇത് തന്നെയായിരിക്കും a ഈസ് b ഈസ് c എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 250, 340, 430, 520. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും ലാർജ് നമ്പർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ പവേഴ്സ് നോക്കിയേ. 50, 40, 30, 20. ഇതെല്ലാം 10ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെല്ലാം 10 വെച്ച് ഡിവൈഡ് ചെയ്താലോ. 50/10 5, 40/10 4, 30/10 3, 20/10 2 എന്ന് വരും. ഇപ്പോൾ എന്തായി മാറി നമ്മുടെ നമ്പേഴ്സ്? 2⁵, 3⁴, 4⁵, 5². ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്കറിയാം. എത്ര വരും? 2⁵ എന്ന് പറയുമ്പോൾ 32 വരും. 3⁴ എന്ന് പറയുമ്പോൾ 81 വരും. 4³ 64, 5² 25. ഇനി ഈ 4 നോക്കുക. ഇതിലേതാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ? 81. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഇവിടെ ഏതാ? ക്വസ്റ്റ്യനിൽ ഏതാ? 3⁴. അപ്പോൾ അതായിരിക്കും ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. ഇനി ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നോക്കുക. ഇതിൽ ഏറ്റവും സ്മോൾ ഏതാ? 25. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എത്രയാ? 5⁻20. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. മനസ്സിലായില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9? അപ്പം 9ൻ്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് നമുക്കറിയാം. ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ അവസാനം നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 9 തന്നെ വരണം. പക്ഷേ ഇവിടെ നമുക്ക് അതിന് പകരം സ്പീഡിൽ ചെയ്ത് നോക്കുന്ന ഒരു രീതി നോക്കാം. നമ്മൾ ഓരോ ഡിജിറ്റ്സ് എടുക്കുക, 9 ക്യാൻസൽ ചെയ്ത് കളയുക. 9 ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കണം. എന്നിട്ട് 9 വരുന്നിടത്ത് എല്ലാം വെച്ച് ക്യാൻസൽ ചെയ്യണം. ഇവിടെ നോക്കിക്കേ, 4 + 2 എത്ര വരും? 6 വരും. 4 + 2 6 വന്നു. നെക്സ്റ്റ് എന്താ? 6 + 3 9. ക്യാൻസൽ ചെയ്തു. ഇനി മിച്ചം എത്ര കിടപ്പുണ്ട്? ഒരു 1ഉം ഒരു 0യും മാത്രമേ കിടപ്പുള്ളൂ അല്ലേ. അപ്പോൾ ഒരു 1 മിച്ചം വന്ന സ്ഥിതിക്ക് ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. മനസ്സിലായോ? അതായത് ഇങ്ങനെ നമ്മൾ 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ബാലൻസ് ഒന്നും തന്നെ വരാൻ പാടില്ല. ഇവിടെ ബാലൻസ് 1 വന്നു. അതുകൊണ്ട്
ഇത് 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, 9 നമ്മൾ ക്യാൻസൽ ചെയ്തു. അടുത്ത നോക്കിയേ 6 + 3 ക്യാൻസൽ ചെയ്തു. എത്രയാണ്? 9 ക്യാൻസൽ ചെയ്തു. അടുത്ത നോക്കിയേ 5 + 5 എന്ന് പറയുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 + 1 അല്ലേ? അപ്പോൾ ഇതിൽ 9 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു 1 കിടപ്പുണ്ട്. പിന്നെ നമുക്കിവിടെ എന്താ ഉള്ളത്? ഒരു 8 8 + 1 9 എന്ന് കിട്ടി. വേറെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സംഖ്യ ആയിരിക്കും 9ൻ്റെ മൾട്ടിപ്പിൾ. ഇനി മുമ്പോട്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആൻസർ കിട്ടി. 44% ഓഫ് 2500. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ 25നെയും ഈ 44നെയും തമ്മിൽ അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 25% ഓഫ് 44 അല്ലെങ്കിൽ 4400 എന്ന് വരും അല്ലേ? 25% എന്ന് പറഞ്ഞാൽ എന്താ? 1/4 തന്നെയാണ് അല്ലേ? ഏതൊരു നമ്പറിൻ്റെയും 25% എന്ന് പറഞ്ഞാൽ ആ നമ്പർ /4 ചെയ്താൽ മതി അല്ലേ? അങ്ങനെ ആകുമ്പോൾ 25% ഓഫ് 4400 എത്രയായിരിക്കും? 4400 /4 എന്ത് വരും? 1100. ഇതായിരിക്കും. ഇനി ഇങ്ങനെയൊരു പാറ്റേൺ തന്നിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദിസ് ഫിഗർ എന്ന് ചോദിച്ചാലോ? നോക്കിക്കേ, ഇതൊരു വലിയ ട്രയാങ്കിൾ അല്ലേ? ആ ട്രയാങ്കിളിന്റെ ബേസ്, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ഈ ബേസിനെ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 പാർട്സ് ആയിട്ടാണ് ഇവിടെ ബേസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമ്മൾ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇത് മൂന്നും തമ്മിൽ ആഡ് ചെയ്യണം. എങ്ങനെയാ? 1 + 2 + 3 = എന്ത് വരും? 6 എന്ന് വരും. അപ്പോൾ ഈ ബേസിനെ ഒരു 15 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മളിങ്ങനെ എണ്ണുമോ? 1 + 2 + 3 + അങ്ങനെ 15 വരെ ആഡ് ചെയ്യുമോ? അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? n × n + 1/2. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ എത്രയാ? 3 അല്ലേ? അപ്പോൾ എന്ത് വരും? 3 × 3 + 1/2. അപ്പോൾ എന്ത് വരും? 3 × 4/2. ഇത് ക്യാൻസൽ ചെയ്തു. 3 × 2 എന്ത് വന്നു? 6 വന്നു അല്ലേ? നോക്കി, 6 ഇങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് 6 കിട്ടി, ഇവിടെയും നമുക്ക് 6 കിട്ടി. ഇനി വേറൊരു കേസ് നോക്കാം. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാലോ? ഇവിടെ നോക്കി, ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ നോക്കണം. എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 അല്ലേ? ഇവിടെയും നോക്കിയേ 1 2 3. n = 3 ആണെങ്കിൽ നമുക്ക് ഇതിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് n³ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, n എത്രയാ? 3 3³ എത്രയാ? 27. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദിസ് ഫിഗർ എത്രയാ? 27 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് ചോദിച്ചാലോ? നോക്കിയേ, ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ? ഈ റെക്റ്റാങ്കിളിന് എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദിസ് ഫിഗർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര പാർട്സ് ആയിട്ട് കിട്ടിയോ അതേ × 2 ആയിരിക്കും. ഇവിടെ നോക്കിയാൽ 6 അല്ലേ? അപ്പോൾ 6 × 2 = എത്ര വരും? 12 വരും. അപ്പോൾ ടോട്ടൽ 12 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ഫിഗറിൽ കാണുക. ഇനി ഇങ്ങനെ ഒരു പാറ്റേൺ തന്നാലോ? നമ്മൾ നേരത്തെ പഠിച്ചു, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മളിപ്പോൾ ഈ ഒരൊറ്റ റെക്റ്റാങ്കിൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ 1 2 3 4. ഈ റെക്റ്റാങ്കിൾ എടുത്താലും 1 2 3 4. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ ട്രയാങ്കിളിൻ്റെ എണ്ണം എത്രയായിരിക്കും? ടോട്ടൽ എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 4 അല്ലേ? അപ്പോൾ 4 × 2 = 8 എന്ന് കിട്ടി. അതുപോലെ തന്നെ സെയിം ആണ് ഈ റെക്റ്റാങ്കിളും. ഇവിടെയും നമുക്ക് 8 ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 8 + 8 = എത്ര വരും? 16 അല്ലേ? 16 ട്രയാങ്കിൾ ആയിരിക്കില്ലേ മുഴുവൻ ഫിഗറിൽ കാണുക? അല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾസ് തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ പുതിയ ട്രയാങ്കിൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതാ നോക്കിയേ, ഇത് കണ്ടോ? ഇതൊരു വലിയ ട്രയാങ്കിൾ അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് വേറൊരു ട്രയാങ്കിൾ കൂടെ, കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, ഈ രണ്ട് റെക്റ്റാങ്കിൾസ് ജോയിൻ ചെയ്തപ്പോൾ ഇവിടെയല്ലേ ജോയിൻ ചെയ്തേ? ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എത്ര ഡോട്ട്സ് ഉണ്ടായി? ഇവിടെ ഒരു ഡോട്ട് ഉണ്ടായി, ഇവിടെ ഒരു ഡോട്ട് ഉണ്ടായി അല്ലേ? ഈ രണ്ട് ഡോട്ട്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ജോയിനിങ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ജോയിനിങ് ഡോട്ട്സ് എത്രയാണ് ഇവിടെ? 2 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലെയും ട്രയാങ്കിൾസിൻ്റെ എണ്ണം നമുക്ക് 8 + 8 = 16 എന്ന് കിട്ടിയില്ലേ? ഈ 16ൻ്റെ കൂടെ ഈ ഡോട്ട്സിൻ്റെ എണ്ണം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 16 + 2 = 18. 18 ട്രയാങ്കിൾസ് ആയിരിക്കും ടോട്ടൽ ഈ ഫിഗറിൽ ഉണ്ടാവുക. മനസ്സിലായല്ലോ? ഇവിടെ ഈ വാല്യൂസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കിയേ. ഈ മൂന്ന് നമ്പേഴ്സിൻ്റെയും പ്രത്യേകത എന്താ? ഇതിൻ്റെ മൂന്നിൻ്റെയും യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന സംഖ്യ 5 ആണ്. അപ്പോൾ 5 കൊണ്ട് എൻഡ് ചെയ്യുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിയേ. ആദ്യം എന്ത് ചെയ്യണം? ഇത് 5 അല്ലേ? 5ൻ്റെ സ്ക്വയർ എത്രയാ? 25. അത് നമ്മളിവിടെ എഴുതി. ഇനി ഇവിടുത്തെ സംഖ്യ ഏതാ? 7. 7ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ? 8. അപ്പോൾ 7 × 8 എത്രയാണെന്ന് നോക്കണം. 7 × 8 എത്ര വരും? 56. അതിവിടെ എഴുതി. ഇതായിരിക്കും 75ൻ്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 35ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും?
5ൻ്റെ സ്ക്വയർ എത്രയാണ് 25. അത് ആദ്യം എഴുതി. പിന്നെ എന്തെഴുതി 3 ഇൻറ്റു 4 അല്ലേ, 3യുടെ തൊട്ടടുത്ത നമ്പർ ഏതാ 4. അപ്പോൾ 3 ഇൻറ്റു 4 എത്രയാ 12 വരും. അപ്പോൾ അതിവിടെ എഴുതി കണ്ടോ. ഇതായിരിക്കും 35ൻ്റെ സ്ക്വയർ. ഇനി അടുത്ത സംഖ്യ നോക്കിക്കേ 5ൻ്റെ സ്ക്വയർ 25. പിന്നെ നോക്കിക്കേ 8ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാ 9. 8 ഇൻറ്റു 9 എത്രയാ 72. കണ്ടോ, ഇതായിരിക്കും 85ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ 15 ക്വസ്റ്റ്യൻസിൻ്റെ സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് ആണ് നോക്കിയത്. നമ്മളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്